എനിക്കൊന്ന് സംസാരിക്കണം. पल्लवी रविंद्रन. तुम कौन? फ्रेंड. जस्ट अ मिनट. ഡോക്ടർ പ്രശാന്ത് മാത്യു. ഞങ്ങളുടെ പല്ലവിയുടെ ക്ലാസ്മേറ്റ്സ് ആണ്. ആഴത്തിലുള്ള പൊള്ളലാണ്. അതുകൊണ്ട് സാധാരണ ഇത്തരം കേസുകളിൽ ചെയ്യാറുള്ള ഒരു ഇനീഷ്യൽ സർജറി ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അത് പല്ലവിക്ക് ചെയ്യാൻ സാധിക്കില്ല. ഐ എം ജയേഷ് ദേശാൻ, Deputy Chief Flying Instructor of Pallavi's Academy. Have you informed their parents? Father and sister will be here in a couple of hours. Okay. അവൾ ഓക്കെ ആവുമല്ലോ അല്ലേ? ആളുടെ മനസ്സിൻ്റെ കാര്യമാണ് ചോദിച്ചതെങ്കിൽ ഐ ഡോണ്ട് നോ, യു നോ ബെറ്റർ. ഫേസിനെ പറ്റിയാണെങ്കിൽ नाम क्या है उसका? गोविंद. गोविंद. क्या आपको यकीन है कि वो वही लड़का है? वही लड़का है. गोविंद, सन ऑफ बालकृष्ण नायर, श्रीवत्सम हाउस, कोचिन 24. ये लो. सर जी, हाँ. एक बात बोलूं, ये टेक्निकल है. मेरे ख्याल से आप केरला को ये केस ट्रांसफर करो. अगर बॉम्बे में है तो आपको बहुत तकलीफ हो जाएगा. हम लोग केरला पुलिस को कांटेक्ट करेंगे. सोचना आप लोग. ठीक है? ठीक है. റിയാദിലെ ആ ജോലി അവൻ നോക്കിയിരുന്നതാ. വിസായ്ക്കും അവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ശരിയായിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം ആകാശ്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് കമ്പനി. ഗോവിന്ദന്റെ വീടല്ലേ? ഞാൻ സ്റ്റേഷനിൽ നിന്നാണ്. ഇത് എസ് സുശീൽ കുമാർ ഫ്രം മഹാരാഷ്ട്ര പോലീസ്. ഗോവിന്ദ് ഈയിടെ എങ്ങനെ മുംബൈക്ക് പോയിരുന്നോ? എന്തിനാ പോയത്? ഒരു ഇന്റർവ്യൂവിന്. ആളുണ്ടോ അവിടെ? ഉണ്ട്. എന്താ സാർ? എന്താ കാര്യം? മുംബൈയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു. റൂം ഏതാ? അതാ. പൂനെയിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്നലെ എത്തിയപ്പോൾ ലേറ്റായി. ഞാൻ വീട്ടിലേക്ക് പോവാ. കുഞ്ഞിനെ അബിയുടെ അമ്മയെ ഏൽപ്പിച്ചിട്ടാ പോന്നേ.
മോളെ പല്ലവി പല്ലവി വാതിൽ തുറക്കു പല്ലവി Please. പല്ലവി ഡാ DGCയുടെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനുള്ള ലെറ്റേഴ്സാണ്. വെനവർ യു റെഡി. ആക്സിഡൻ്റ് ഉണ്ടായാൽ അങ്ങനെ വേണമെന്നുണ്ട്. ജസ്റ്റ് ഒരു ഫോർമാലിറ്റി. I'm not fit. പറഞ്ഞല്ലോ, ഉടനെ വേണമെന്നല്ല. അടുത്ത മാസോ അതിൻ്റെ പിന്നത്തെ മാസോ. ചാതിരിക്കാൻ കാരണം കണ്ടെത്തിട്ട് ആദ്യം. അത് എളുപ്പമല്ലേ. ആ ഭ്രാന്തൻ്റെ ചിരിച്ചോണ്ടിരിക്കുന്ന മുഖം ഓർത്താൽ മതി, ജീവിക്കാൻ തോന്നിക്കോളൂ. തനിക്കിത് പറ്റിയോണ്ട് ഞാനാ ഇപ്പോൾ കുടുങ്ങിയത്. പെട്ടെന്നുള്ളൊരു ഇമോഷനിൽ തൻ്റെ കൂടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്ന് വൻ പ്രൊക്ലമേഷൻ അങ്ങ് നടത്തി മെസ്സിലിരുന്നു. എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. ഇനി അത് ചെയ്തില്ലേ നാണക്കേടോ. വെനവയോ റെഡി, പക്ഷെ ഒത്തിരി ലേറ്റ് ആവല്ലേ. സാരിയാ, എനിക്ക് പറയുന്നതും ചോദിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഭയങ്കര വേദനയാണോ? ഞാൻ കുറച്ച് നേരം നട്ടിക്കിരുന്നോട്ടെ. സോറി, ഇന്ന് തിരിച്ച് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത്. മെസ്സ് അടച്ചും കാണും. ഞാൻ മിണ്ടാതൊരു ഭാഗത്തിരുന്നോളാം. അല്ലെങ്കിൽ അച്ഛൻ ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നിട്ട് ഞാനങ്ങ് പോയിക്കോളാം.